ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മോളി തോമസ്. അടുത്ത ചോദ്യം: പൗലോസ് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. കൊലോസ്യർ 1:28. അടുത്ത ചോദ്യം: ദാനിയേൽ ദർശനത്തിൽ കണ്ട 4 മൃഗങ്ങൾ ആരാകുന്നു? ഉത്തരം: ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാർ. ദാനിയേൽ 7:17. അടുത്ത ചോദ്യം: മോശയ്ക്ക് പേരിട്ടത് ആരാണ്? ഉത്തരം: ഫറവോന്റെ പുത്രി. പുറപ്പാട് 2:10. അടുത്ത ചോദ്യം: സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിച്ചറിയേണ്ടത് എന്താണ്? ഉത്തരം: ദൈവസ്നേഹത്തിൻ്റെ നീളവും ആഴവും ഉയരവും വീതിയും. എഫേസ്യർ 3:17. അടുത്ത ചോദ്യം: കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. എബ്രായർ 2:1. അടുത്ത ചോദ്യം: കർത്താവായ യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് അവസാനമായി പ്രവചിച്ചത് ആരാണ്? ഉത്തരം: യേശു ക്രിസ്തു. വെളിപ്പാട് 22:20. അടുത്ത ചോദ്യം: ബൈബിളിൽ അവസാനമായി പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാൻ ആരാണ്? ഉത്തരം: തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. വെളിപ്പാട് 22:14. അടുത്ത ചോദ്യം: കാലനിർണയത്തിനായി ദൈവം നിയമിച്ചത് എന്താണ്? ഉത്തരം: ചന്ദ്രനെ. സങ്കീർത്തനം 104:19. അടുത്ത ചോദ്യം: കർത്താവിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: ലവോദിക്യ സഭയിലെ ജയാളികൾക്ക്. വെളിപ്പാട് 3:20-21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പുതിയ നിയമസഭയ്ക്ക് നൽകിയ ശുശ്രൂഷകൾ എത്രയാണ്? ഉത്തരം: 8 വിധ ശുശ്രൂഷകൾ. 1 കൊരിന്ത്യർ 12:28. അടുത്ത ചോദ്യം: പുതിയ നിയമസഭയ്ക്ക് എത്ര ഉദ്യോഗസ്ഥരുണ്ട്? ഏതെല്ലാമാണ്? ഉത്തരം: 5 വിധ ഉദ്യോഗസ്ഥർ. എഫേസ്യർ 4:11. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അടുത്ത ചോദ്യം: ഹോശേയ്ക്ക് യോശുവ എന്ന പേരിട്ടത് ആരാണ്? ഉത്തരം: മോശ. സംഖ്യാപുസ്തകം 13:16. അടുത്ത ചോദ്യം: ശലോമോന് എത്ര പത്നിമാർ ഉണ്ടായിരുന്നു? ഉത്തരം: 700. 1 രാജാക്കന്മാർ 11:3. അടുത്ത ചോദ്യം: കൃപയിലും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിനെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: പത്രോസ് അപ്പോസ്തലൻ. 2 പത്രോസ് 3:18. അടുത്ത ചോദ്യം: കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെ പിന്തുടരുന്നത് എന്താണ്? ഉത്തരം: അവരുടെ പ്രവൃത്തി. വെളിപ്പാട് 14:13. അടുത്ത ചോദ്യം: മിദ്യാന്യരോട് യുദ്ധത്തിന് പോയവരിൽ ഭയവും ഭീരുതയും നിമിത്തം എത്ര പേർ മടങ്ങിപ്പോയി? ഉത്തരം: 2200 പേർ. ന്യായാധിപന്മാർ 7:3. അടുത്ത ചോദ്യം: ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഉത്തരം: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എഫേസ്യർ 1:4. അടുത്ത ചോദ്യം: ബൈബിളിലെ സമ്പൂർണ്ണ വാക്യം എന്നറിയപ്പെടുന്ന വാക്യം ഏതാണ്? ഉത്തരം: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16.
അടുത്ത ചോദ്യം, മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീയോട് കോപിച്ചതാരാണ്? ഉത്തരം മഹാസർപ്പം. വെളിപ്പാട് 12:17. അടുത്ത ചോദ്യം, നീതി പ്രവർത്തിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിച്ച വസ്ത്രം ഏതാണ്? ഉത്തരം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. വെളിപ്പാട് 19:7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുമെന്ന് പ്രവചിച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം യെശയ്യാവ്. യെശയ്യാവ് 27:5. അടുത്ത ചോദ്യം, വെളിപ്പാട് 12 പറയുന്ന സ്ത്രീ പ്രസവിച്ച കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. വെളിപ്പാട് 12:5. അടുത്ത ചോദ്യം, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഏത് ക്രമപ്രകാരമാണ്? ഉത്തരം മൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരം. എബ്രായർ 3:11. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ രഹസ്യവരവിനെ പ്രതിപാദിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ഉത്തരം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:16. അടുത്ത ചോദ്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാണ്? ഉത്തരം ഭാഗ്യവാനും വിശുദ്ധനും. വെളിപ്പാട് 20:6. അടുത്ത ചോദ്യം, യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഭാഗ്യവാൻ ആരാണ്? ഉത്തരം ദൈവം ശാസിക്കുന്ന മനുഷ്യൻ. യോബ് 5:17. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.